വായിച്ച സങ്കീർത്തന ഭാഗം ദൈവത്തിൻ്റെ മഹത്വത്തെ അധികമായി വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാം, യഹോവയെ സ്തുതിപ്പി, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. ഈ സംഘം, ഈ സഭ, നേരുള്ളവർ ഒരുമിച്ച് കൂടി യഹോവയാൽ നയിക്കപ്പെടുന്ന ഒരു സംഘമാണ്. സ്തോത്രം. ദൈവമാണ്, യഹോവയായ ദൈവമാണ് സംഘത്തിൻ്റെ തലവൻ. പ്രൈസ് ദി ലോർഡ്. ആ യഹോവയായ ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയുമാണ് താഴോട്ടുള്ള ഓരോ വാക്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. യഹോവ, അവൻ്റെ 2-ാമത്തെ യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടിയവയുമാകുന്നു. അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്. ദൈവത്തിൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ദൈവം തൻ്റെ അത്ഭുതങ്ങൾക്കൊരു ജ്ഞാപകം ഉണ്ടായിരിക്കുന്നു. യഹോവ കൃപയും കരുണയുമുള്ളവൻ തന്നെ. യഹോവ തൻ്റെ ഭക്തന്മാർക്ക് ആഹാരം കൊടുക്കുന്നു, തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. കണ്ടോ, ആഹാരം കൊടുക്കുന്നു, അവർക്ക് അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നിങ്ങനെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ ദൈവം, ഈ മഹത്വവാനായ സർവശക്തനായ ദൈവം നയിക്കുന്ന ആ സംഘമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ നായകൻ നമ്മുടെ ദൈവമാണ്. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നയിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. ദൈവം, നമ്മൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആ ചിന്ത, ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, അങ്ങനെ തുടങ്ങി ദൈവത്തിൻ്റെതായ ഓരോ അനുഭവങ്ങൾ ശ്രേഷ്ഠകരമാണ്. ഇവിടെ ഈ സംഘത്തിൽ സങ്കീർത്തനക്കാരന് ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇവിടെ തന്നെ പല സഹകരണ സംഘങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി സഹകരിച്ച് പ്രവർത്തിക്കാനായി രൂപപ്പെടുത്തുന്ന സംഘങ്ങളാണ്. അതിനെയാണ് സഹകരണ സംഘങ്ങളെന്നൊക്കെ പറയുന്നത്. ഒരു പ്രത്യേക ലക്ഷ്യം ആ സംഘം സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകണം. ഇപ്പോൾ നമുക്ക് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ, ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാണ് അത് രൂപീകരിക്കുന്നത്, അതിൻ്റെ ലക്ഷ്യമെന്ത് എന്നുള്ളത് ഒന്നാമത് രേഖപ്പെടുത്തണം. ഇതുപോലെ ദൈവസഭയ്ക്ക് ഒരു ഉന്നതമായ ലക്ഷ്യമുണ്ട്. ഈ സഭയുടെ ഇടയൻ സർവശക്തനായ ദൈവം. ഇതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം, കർത്താവിൻ്റെ 2-ാമത്തെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുക. ഒറ്റ ലക്ഷ്യമേ. ഇടയ്ക്കൊരു ദൈവദാസൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, മരിക്കുമ്പോൾ അടക്കാനോ, നിങ്ങളുടെ മക്കൾക്ക് കല്യാണം നടത്തി കൊടുക്കാനോ, പ്രതിഷ്ഠിക്കാനോ, സ്നാനപ്പെടുത്താനോ ഉള്ള ഒരു സംഘമല്ല ഇത്. അതൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ എല്ലായിടത്ത് നിന്നാലും നടക്കും. ആലയത്തിൽ വന്നില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പല നിയമങ്ങൾ പ്രകാരം നടക്കും. ഇതിനൊന്നും രൂപീകരിക്കപ്പെട്ട ഒരു സംഘമല്ല ദൈവസഭ. ഈ സഭ രൂപീകരിക്കപ്പെട്ടത് ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടി ജനത്തെ ഒരുക്കുക. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? ഇതിനകത്ത് വന്ന് ആരാധിക്കുന്ന ദൈവമക്കളോടും പറയട്ടെ, ആ ഒരേ ലക്ഷ്യത്തിന് സഹകരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ വേണം ഈ സംഘത്തിൽ അംഗങ്ങളാകാൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ആ ദൈവരാജ്യ പ്രവേശനത്തിന് ഞാനുമുണ്ട്. ആ കർത്താവിൻ്റെ വരവിങ്കൽ എടുത്തുകൊള്ളപ്പെടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതിനു വേണ്ടി ഒരുമിച്ച് ഞാനും പ്രവർത്തിക്കുമെന്നുള്ളതായ തീരുമാനത്തോടെ ചേർന്ന് വരുന്നവരുടെ ഒരു സംഘമാണ് ഈ ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. കാലാകാലങ്ങളിലൊക്കെ അതിനുള്ള അപജയങ്ങളും അതിനുള്ളതായ വ്യത്യസ്തമായ
നിലവാരങ്ങളൊക്കെ ശത്രുവായവൻ വരുത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? നേരുള്ളവർ എന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശത്തിന് വേണ്ടി സ്ഥാപിച്ചോ, ആ ഉദ്ദേശത്തിന് വേണ്ടി തന്നെ പോകുന്ന ആ സംഘമാണ് നേരുള്ള സംഘം. പ്രൈസല്ലോ. അല്ലെങ്കിൽ ആ സംഘം നേരില്ല. കാരണം എന്തിനായി സ്ഥാപിച്ചോ ആ ഉദ്ദേശം നടക്കുന്നില്ല. അവിടെ സഹകരിക്കുന്നവരോടും പറയട്ടെ, നമ്മുടെയും ലക്ഷ്യം അത് തന്നെയായിരിക്കണം. അല്ലെങ്കിൽ നേരില്ലാതായി പോവും. പ്രൈസല്ലോ. നമ്മുടെയും ഇതിനകത്ത് വന്ന് സഹകരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാവരുടെയും ലക്ഷ്യവും ഈ നായകനാണ് നയിക്കുന്നത്. സ്തോത്രം. നമുക്ക് സ്വന്തമായി ചെന്ന് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനനുസരിച്ച് പോകാൻ താല്പര്യമൊന്നുമില്ല. മേഘം പൊങ്ങുമ്പോൾ പൊയ്ക്കോണം. എങ്ങോട്ട് നയിക്കുന്നോ അതിനനുസരിച്ച് പൊയ്ക്കൊള്ളണം. ഇവിടെ എൻ്റെ താല്പര്യത്തിനോ എൻ്റെ ഇഷ്ടത്തിനോ യാതൊരു സ്ഥാനവുമില്ല. നായകൻ, നയിക്കുന്ന ദൈവം എങ്ങനെ മുന്നോട്ട് നയിക്കുന്നോ അതിന് തക്കവണ്ണം മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ഇനി ഒരു ലക്ഷ്യമുണ്ടെന്ന് മാത്രമല്ല, ഒരു സംഘം രൂപീകരിക്കുമ്പോൾ അടുത്തുള്ളതാണ് നിയമം. ആ സംഘാംഗങ്ങൾ പാലിക്കേണ്ടതായ നിയമങ്ങൾ, അതാണ് അടുത്തവിടെ പറയുന്നത്. സ്തോത്രം. അതിൻ്റെ 5-ാമത്തെ വാക്യം 2-ാമത്തെ വരിയിൽ, ഈ ദൈവം തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. സംഘം നിലനിൽക്കണമെങ്കിൽ ഒരു നിയമമുണ്ട്. ആ നിയമപ്രകാരം ആ ചിട്ടവട്ടങ്ങൾ കൊത്തവണ്ണം പോയെങ്കിലേ സംഘത്തിന് വിജയമുണ്ടാവൂ. അപ്പോൾ ഒരു സംഘത്തിലേക്ക് ചെല്ലുമ്പോൾ, ഒരു സംഘത്തിലേക്ക് നമ്മൾ അംഗമാകുമ്പോൾ ആ സംഘത്തിൻ്റെ നിയമം എന്താണ്, അതെങ്ങനെയാണ് മുന്നോട്ട് യാത്ര ചെയ്യുന്നത്, അതിന് എനിക്ക് പറ്റുമെങ്കിലേ ഞാൻ ആ സംഘത്തിലാകാവൂ. നിർഭാഗ്യവശാൽ മിക്കവാറും നമ്മൾ ഈ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാറില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ലോൺ എടുക്കാൻ പോയി. ലോണിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ഒപ്പിടുക എന്നുള്ളത്. ഒപ്പിടാൻ പഠിക്കുന്ന ഒരു നല്ല സ്ഥലമാണ് എവിടെയാ? ലോൺ എടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം. ഒരു ബുക്ക് അവർ കൊണ്ടുതരും. അവരിങ്ങോട്ട് പറയും, ഇവിടെ ഒപ്പിട്, ഇവിടെ ഒപ്പിട്, ഇവിടെ ഒപ്പിട്. എവിടെയൊക്കെ ഒപ്പിടണമെന്ന് പറഞ്ഞാൽ മതി. ഒപ്പിടാനേ വേണം അരമണിക്കൂർ. എന്നാ പിന്നെ ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് ഒപ്പിടാനാണെങ്കിലോ? സ്തോത്രം. എന്തൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നതെന്നോ യാതൊന്നും നമ്മൾ നോക്കാറില്ല. നമുക്കാവശ്യം ഇച്ചിരി പണം പെട്ടെന്ന് അതിപ്പം തന്നെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിന് തക്കവണ്ണം കുറെ നിയമങ്ങൾ അവരതിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് റിക്കവർ ചെയ്തെടുക്കാൻ, അടയ്ക്കാതെ വന്നാൽ എന്തൊക്കെ തരത്തിലാണ് കാര്യങ്ങൾ. അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിൽ കിടന്ന പൈസ കാണാനില്ല. അപ്പം അവരോട് ചെന്ന് ചോദിച്ചു, എന്തു പറ്റി? അത് നിങ്ങൾ ഒപ്പിട്ട് തന്നിരിക്കുകയല്ലേ. അഥവാ നിങ്ങൾ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അതിൻ്റെ പലിശയും അതിൻ്റെ ഫൈനും കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് അനുവാദം തന്നിരിക്കുകയാണ്. നമ്മൾ അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ലോണും അടച്ച് തീർന്ന് നമ്മൾ ഇത്തിരി സ്വസ്ഥമായി കാര്യങ്ങളൊക്കെ ശരിയായി എന്ന് ചിന്തിക്കുമ്പോഴാണ് അടുത്ത പേപ്പർ, ഇതെല്ലാം കൂടെ ചേർത്ത് ഇത്ര രൂപ അടയ്ക്കണം. നമ്മൾ ചോദിച്ചു, ഇതെന്തിനാണ്? അത് ഈ പ്രോസസ്സിങ് എന്നൊക്കെ തിരിച്ചു തരാനുള്ള കുറേ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ അടച്ചത് ശരിയാണ്, അതും ഒപ്പിട്ട് തന്നിട്ടുണ്ട്, കണ്ടില്ലേ? ലോകത്തെ വഞ്ചിക്കുന്ന കുറേയധികം നിയമ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദൈവത്തിൻ്റെ നിയമങ്ങളൊന്നും രഹസ്യമല്ല,
നമ്മുടെ കയ്യിൽ ഇത് തന്നിരിക്കുകയാണ്. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? ഹല്ലേലൂയ. വേറെ ആരുടെയും ഉപദേശം വേണ്ട. ഈ നിയമങ്ങൾ തന്നിരിക്കുന്നു. ഇതനുസരിക്കാൻ, ഇത് പ്രമാണിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഈ സംഘത്തിൽ സ്ഥാനമുള്ളൂ. എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം? ഹല്ലേലൂയ. അനുസരിച്ചവരല്ല, ഇതനുസരിച്ച് തീർക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഞാനും നിങ്ങളും ഇതനുസരിക്കാനായി സമർപ്പിക്കപ്പെട്ടവരാണ്. എനിക്കിതനുസരിക്കണം, എനിക്ക് ഈ വഴിയിലൂടെ യാത്ര ചെയ്യണം. അങ്ങനെ അനുസരിച്ചു പോകുന്നെങ്കിൽ മാത്രമേ എനിക്ക് ആ നിത്യരാജ്യത്തിന്റെ അവകാശം പ്രാപിക്കാൻ ഒക്കൂ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇത് അനുസരിക്കാനായി സ്വയമായി സമർപ്പിക്കപ്പെട്ടവരും അതനുസരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുമാണ് നമ്മൾ. ഹല്ലേലൂയ. അപ്പോൾ ഈ സംഘം, ആ വലിയ നമുക്കറിയാം ദൈവസഭയുടെ കൺസെപ്റ്റ് വലുതാണ്. ഏറ്റവും വലിയ ദൈവസഭ എന്നുള്ള ആ കൺസെപ്റ്റ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നതാണ്. കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ആർക്കും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വെള്ള നിലയങ്കി ധരിച്ച, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ച, വിവിധ ഭാഷകളിൽ നിന്ന്, വിവിധ ഗോത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ കടന്നു വന്ന ഒരു വലിയ സംഘമാണ് ആ വലിയ ദൈവസഭ. അതാണ് അൾട്ടിമേറ്റ്, ഏറ്റവും വലിയ സഭ. പിന്നെ അതിൻ്റെ താഴോട്ട് ഇങ്ങനെ പല സഭകളുണ്ട്. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളെ കുറിച്ച് കാണാൻ പറ്റും. എഫെസോസിൽ, സർദീസിൽ, അല്ലേ, ഇങ്ങനെ തുടങ്ങി നമുക്ക് അവിടെ കാണാം പുസ്തകം. ഓരോ സ്ഥലത്തും ക്രമീകരിക്കപ്പെട്ട സഭ. ഈ അൾട്ടിമേറ്റ് സഭയിൽ വിശുദ്ധന്മാർ മാത്രമേ ഉള്ളൂ. വെള്ള നിലയങ്കി ധരിച്ച, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അങ്കി അലക്കി വെളുപ്പിച്ച കൂട്ടർ മാത്രമാണ് അവിടെ ആ സംഘത്തിലുള്ളത്. എന്നാൽ എഫെസോസിലെ സഭയിൽ അല്പമൊക്കെ അഴുക്കുള്ളവരുമുണ്ട്. കാരണം അഴുക്ക് മാറ്റാൻ വേണ്ടിയാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. എത്ര പേർക്ക് സ്തോത്രം പറയാം? അപ്പോൾ അഴുക്കുള്ളവരും അഴുക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നവരും ഒക്കെയായ ഒരു വലിയ സംഘമാണിത്. അതിലാര് ജയിക്കുന്നോ അവനാണ് ആ സംഘത്തിൽ അംഗമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു സംവിധാനമുണ്ട്, നമുക്കൊരു നിയമമുണ്ട്. നമ്മുടെയും സംഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എയിം വെച്ചിട്ടുണ്ട്. അതിന് കുറേ നിയമങ്ങളുണ്ട്. നമ്മുടെ സഭയ്ക്കൊരു ഭരണ സംവിധാനം, സംഘടനയ്ക്കൊരു സംവിധാനം, ഓരോന്നിനുമൊക്കെ വ്യത്യസ്തമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം സംഘത്തിൻ്റെ തലവൻ വേറെയാണ്. പ്രൈസ്. അപ്പോൾ ഇതൊരു സംവിധാനമാണ്. അതിനും മുകളിൽ സർവശക്തനായ ദൈവമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ സർവശക്തനായ ദൈവം, അതിൻ്റെ കീഴിൽ ഇടയൻ, ഇങ്ങനെ ഒരു സംവിധാനം ഒരു സംഘത്തിനുണ്ട്. ആ വഴിയിലൂടെ മാത്രമേ ഈ സംഘത്തിന് പോകാനൊക്കെ. അവരവരുടെ ഇഷ്ടങ്ങളും അവരവരുടെ താല്പര്യങ്ങളും നടപ്പിലാക്കി എടുക്കാനുള്ള ഒരിടമല്ല ഈ ദൈവസഭ. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? പ്രൈസ് ദി ലോർഡ്. അതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അതിനു വേണ്ടി കൂടി വന്നിരിക്കുന്നതാണ്. അതിനു വേണ്ടി സഹകരിച്ച് പ്രവർത്തിക്കാൻ, ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമാണിത്. അവിടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ അവിടെ മറ്റ് ചിന്തകൾക്കോ സ്ഥാനമില്ല. എല്ലാവരും സഹകരിച്ചു നിന്ന് ആ ഉദ്ദേശ നിവർത്തിക്ക് വേണ്ടി പോരാടുക. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? എന്നിലൂടെ 2 പേർ കർത്താവിൻ്റെ രാജ്യത്തിലെത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അധ്വാനത്തിലൂടെ ഒരാളെങ്കിലും യേശുവിനെ അറിയട്ടെ, ഒരാളെങ്കിലും സ്നാനപ്പെടാൻ ഇടവരട്ടെ. അതായിരിക്കണം ഈ സംഘത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന എൻ്റെയും നിങ്ങളുടെയൊക്കെ ലക്ഷ്യം. ഇവിടെ പാട്ട് പാടുന്നവരുണ്ട്, ഉപകരണങ്ങൾ വായിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, മറ്റ് ഈ സഭയുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായ പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇതിലൂടെ ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും അവിടെ എത്തുകയും, സാധിച്ചാൽ കുറച്ചു പേരെ കൂടെ എങ്കിലും ആ ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റണം.
അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് ആ ഉദ്ദേശം നിവർത്തിക്കായി പ്രയത്നിക്കാൻ തീരുമാനമെടുത്ത സംഘങ്ങളാണ് ദൈവസഭ. അതാണ് നേര്. ആ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് സത്യം. നമ്മളതിനു വേണ്ടി മുന്നോട്ട് യാത്ര ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ആ നായകൻ സർവശക്തനായ ദൈവം, പ്രൈസ് ദി ലോർഡ്, തൻ്റെ ആ നായകൻ്റെ മഹത്വത്തെയാണ് നമുക്ക് താഴോട്ട് കാണാൻ പറ്റുന്നത്. സ്തോത്രം. യഹോവയുടെ പ്രവർത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടിയവയുമാകുന്നു. ദൈവപ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്രവൃത്തിയും വരും, ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയും വരും. ഇഷ്ടമുള്ള പ്രവൃത്തി നമുക്ക് നല്ലതാണ്. എന്നാൽ ഇഷ്ടമില്ലാത്ത ദൈവപ്രവൃത്തി വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ചോദ്യങ്ങളും പിറുപിറുപ്പും മനസ്സിൻ്റെ മടുപ്പും ക്ഷീണവും ഒക്കെ നമ്മിൽ വരും. എന്നാൽ പുസ്തകം പറയുന്നു ദൈവപ്രവർത്തികൾക്ക് ഇതുപോലെ ഒരു ഉദ്ദേശമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഈ ദൈവപ്രവർത്തി, ഈ ഒരു സംഘം, ആ സംഘത്തലവൻ ഒരു പ്രവൃത്തി ചെയ്തു. ആ പ്രവൃത്തി എന്ത് എന്ന് അവയിൽ ഇഷ്ടമുള്ളവരൊക്കെ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. ദൈവം എന്തിനിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു? അങ്ങനെയൊന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ ഉത്തരം കിട്ടത്തില്ല. എന്നാൽ അന്വേഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരല്പം കഴിഞ്ഞാലും ദൈവം അതിനുത്തരം തരും. എൻ്റെ ജീവിതത്തിൽ ഈ പ്രവൃത്തി ചെയ്തത് എൻ്റെ ദൈവം ഇതിനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മറ്റുള്ളവരുടെ പ്രവൃത്തി നിങ്ങൾ നോക്കണ്ട, അത് അവരും ദൈവവുമായിട്ട് തീർത്തോളും. എൻ്റെ ജീവിതത്തിലെ ദൈവപ്രവൃത്തി എന്തിനായിരുന്നു എന്ന്, എൻ്റെ കുടുംബത്തിൽ ഇത് പ്രവർത്തിച്ചത് എന്തിനായിരുന്നു എന്ന്, അതിൽ ദൈവത്തിൽ ഇഷ്ടമുള്ളവരൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ശോധന ചെയ്യണം. ദൈവമേ, എന്താണ് അങ്ങയുടെ പദ്ധതി? എന്തിനാണ് എന്നെ ഈ വഴി കൊണ്ടുവരുന്നത് എന്ന് ഒന്ന് ശോധന ചെയ്താൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, അതിനൊരുത്തരം എൻ്റെ ദൈവം നിങ്ങൾക്ക് തരും. ശോധന ചെയ്യണം, ദൈവ വഴികളെ ഗ്രഹിക്കണം. അല്ലെങ്കിൽ നമുക്ക് മടുപ്പ് വരും. ഞാൻ ഇങ്ങനെ നേരെ നടന്നു, ഇങ്ങനെയൊക്കെ ചെയ്തു, പക്ഷേ ഏലിയാവ് പറഞ്ഞതുപോലെ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോ ഞാനൊരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഇസബേല് എല്ലാ പ്രവാചകന്മാരെയും കൊന്നുകളഞ്ഞു. എന്നാൽ ദൈവം അവിടെയൊക്കെ കുറേ സമയം മൗനമായിരുന്നു. എൻ്റെ ചിന്തയിൽ അതിൻ്റെ ശരിക്കുള്ള ഉത്തരം അപ്പ പറഞ്ഞിരുന്നെങ്കിൽ ഏലിയാവ് എന്ത് ചെയ്തേനെ? ഈ മരിക്കുവാണോ അങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു. അവൻ ചെന്ന് ഗുഹയ്ക്കകത്ത് ചെന്ന് കിടക്കത്തില്ലായിരുന്നു. സ്തോത്രം. പക്ഷേ തക്ക സമയമായപ്പോൾ അവൻ്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടായി. എത്ര പേർക്ക് സ്തോത്രം പറയാം? നിന്റെ സകല ചോദ്യത്തിനും ദൈവത്തിൻ്റെ മുമ്പിൽ മറുപടിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ മാത്രം ഈ പ്രശ്നം, എൻ്റെ കുടുംബത്തിൽ മാത്രം ഈ വലിയ ദുരിതം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരല്പം കഴിയുമ്പോൾ അതിൻ്റെ മറുപടി എൻ്റെ ദൈവം നിനക്ക് തരും. മനുഷ്യന് അത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. മനുഷ്യന് അതിന് നിന്നെ ന്യായീകരിച്ച് അതിനൊരു ഉത്തരം തരാൻ പറ്റത്തില്ല. സർവശക്തനായ ദൈവത്തിന് തന്നെ നിന്റെ ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ കഴിവുണ്ട്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു. ആ വാക്ക് അവനെ ബലപ്പെടുത്തി. അവൻ പിന്നെയും കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവനായി. അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും അത് ശോധന ചെയ്യേണ്ടിയവയുമാണ്. താഴോട്ട് വായിക്കുമ്പോഴും നമുക്കിത് മനസ്സിലാകുന്നുണ്ട്. സ്തോത്രം. അവൻ തൻ്റെ പ്രവർത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കി, ജാതികളുടെ അവകാശം അവർക്ക് കൊടുത്തു. സ്തോത്രം. അതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം അതിൻ്റെ 10-ാമത്തെ വാക്യം, അവൻ തൻ്റെ ജനത്തിന്
വീണ്ടെടുപ്പ് അയച്ചു. ഈ സംഘത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശമാണ് എന്ത്? വീണ്ടെടുപ്പ്. അത് നമ്മെ നയിക്കുന്ന ദൈവത്തിന് മാത്രമേ തരാൻ പറ്റൂ. കാരണം മരണത്തെ ജയിച്ച ഒരാളുണ്ടെങ്കിൽ നമ്മുടെ ദൈവം മാത്രമാണ്. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? മരണത്തെ ജയിച്ച, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ച് മരണത്തെ വെല്ലുവിളിച്ച് അതിൻ്റെ മേൽ ജയം കൊണ്ട ഒരാളുണ്ടെങ്കിൽ നമ്മുടെ നായകനായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ലോക നേതാക്കന്മാരും അവതാര പുരുഷന്മാരും ദൈവങ്ങളെന്ന് ലോകം പറയുന്നവരും നമ്മുടെ ദൈവവും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ ഇതാണ്. ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കല്ലറ ഉണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന നമ്മുടെ നായകനായ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയാണ്. ഹല്ലേലൂയ. ആ കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതിലല്ല കാര്യം. പ്രൈസ് ദി ലോർഡ്. അത് ഒഴിഞ്ഞു കിടക്കുന്നതിൻ്റെ കാരണം അതിനകത്തടക്കി ആ മരണം കൊണ്ട് അവസാനിപ്പിക്കാൻ ശ്രമിച്ച ആ ശത്രുവിൻ്റെ എല്ലാ മുദ്രകളെയും പൊട്ടിച്ചുകൊണ്ട് മരണത്തിൻ്റെ മേൽ ജയം കൊണ്ട് നമ്മുടെ നായകൻ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. മരണത്തെ ജയിച്ച, വീണ്ടെടുപ്പ് പ്രാപിച്ച കർത്താവ് നമ്മോട് പറയുന്നു, വിശ്വസിച്ചാൽ നിങ്ങൾക്കും മരണത്തിൽ നിന്നൊരു വീണ്ടെടുപ്പുണ്ട്. ഇത് ലോകത്തിൽ മറ്റാർക്കും തരാൻ പറ്റത്തില്ല. ഒരു സംഘത്തിനും ഇത് തരാൻ പറ്റത്തില്ല. എത്ര പേർക്ക് ഉറപ്പകത്തുണ്ട്? അപ്പോൾ ഇതാണ് പരമപ്രധാനമായ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നിട്ട് അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ്റെ പ്രമാണങ്ങൾ എല്ലാ വിശ്വാസ്യം തന്നെ, അവ എന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അതിന് വെച്ചിരിക്കുന്ന, നേരത്തെ വായിച്ചു നിയമം, ഇവിടെ പറയുന്നു പ്രമാണങ്ങൾ, അതെല്ലാം സ്ഥിരമാക്കി വച്ചിരിക്കുന്നു. ഒരു സഭയ്ക്കൊന്ന് വേറൊരു സഭയ്ക്കൊന്ന് എന്നില്ല. ഈ തലമുറയിൽ ഇങ്ങനെ, അടുത്ത തലമുറയിൽ അങ്ങനെ എന്നുമില്ല. സ്തോത്രം. ചിലരൊക്കെ പറയുന്നത് അത് അന്നത്തെ കാലം, ഇന്നത്തെ കാലത്ത് അതൊന്നും അപ്ലിക്കബിൾ അല്ലെന്നാണ് പറയുന്നത്. സ്തോത്രം. പക്ഷെ പുസ്തകം പറയുന്നു എല്ലാ തലമുറയിലും, ഏത് ദേശത്ത്, ഏത് ഭാഷയിലും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എന്നേക്കും സ്ഥിരമാക്കി വച്ചിരിക്കുന്നു. അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അനുസരിക്കുക. അവിടെ എത്താൻ താല്പര്യമുണ്ടെങ്കിൽ അനുസരിക്കുക. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, പാസ്റ്റർ ഇപ്പം ഇതൊന്നും അറിഞ്ഞുകൂടാത്തവരുണ്ടല്ലോ. ഈ അറിഞ്ഞുകൂടാത്തവരുടെ കാര്യത്തെ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട. അത് അവരും ദൈവവുമായിട്ടുള്ള വിഷയമാണ്. ന്യായപ്രമാണം ഇല്ലാത്തവന് അവരുടെ മനസാക്ഷി തന്നെയാണ് ന്യായപ്രമാണം. ദൈവമില്ലാതെ മരിച്ചുപോയ എത്രയോ ആൾക്കാരുണ്ട്. അവരെയൊക്കെ ന്യായം വിധിക്കാൻ ദൈവത്തിനൊരു ഉത്തമമായ പദ്ധതി ഉണ്ട്. അതാണ് ദൈവമായിരിക്കുന്നത്. അല്പം അറിഞ്ഞവനാണ് അതിന് തക്കവണ്ണം, കൂടുതൽ അറിഞ്ഞവന് അതിന് തക്കവണ്ണം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. യഹോവ ഭക്തി, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരുവൾ എന്തുണ്ട്? ജ്ഞാനമുണ്ട്. അവയെ ആചരിക്കുന്നവർക്ക് എന്തുണ്ട്? നല്ല ബുദ്ധിയുണ്ട്. ഈ നായകൻ, ഈ സംഘത്തലവനെ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ കൽപ്പനകളെ, പ്രമാണങ്ങളെ ഭയപ്പെട്ട് ദൈവഭക്തിയിൽ മുന്നോട്ട് പോകുന്ന ഒരുവന് ദൈവം കൊടുക്കുന്ന ഒന്നാണ് ജ്ഞാനവും നല്ല ബുദ്ധിയും. സ്തോത്രം. അത് പ്രാപിച്ച് ദൈവകൃപയിൽ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.